വത്തിക്കാനിൽ നിന്ന് ഇപ്പോൾ പ്രൊഫസർ ജോസ് ഫിലിപ്പ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രൊഫസർ ജോസ് ഫിലിപ്പ്, ഇപ്പോൾ ഈ വിശ്വാസി സമൂഹം അവിടേക്ക് ഒഴുകി എത്തുകയാണല്ലോ, അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇന്ന് രാവിലെ 7:35 മാർപ്പാപ്പ കാലം ചെയ്തത്. ദിവംഗതനായ മാർപ്പാപ്പ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളുടെ പെസഹയുടെ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് തന്നെ വൈകുന്നേരം കസേരയിൽ അദ്ദേഹം ആ ബസിലിക്കയുടെ അകത്തോടെ കൊണ്ടുപോകുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരിക്കലും ആരും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമെന്ന്. ഏകദേശം 38, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 38 ദിവസത്തെ ഹോസ്പിറ്റലൈസേഷന് ശേഷം അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് വളരെ ഊർജത്തോടു കൂടി വരുമെന്നാണ് നമ്മളെല്ലാം കരുതിയത്. പക്ഷേ തീർച്ചും വ്യത്യസ്തമായിട്ട് ഇന്നലെ അദ്ദേഹത്തിന് ആ അവസാനത്തെ മെസ്സേജ് കൊടുത്തപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വർത്തമാനം പറയുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ കമർലെങ്കോ മോൺസിഞ്ഞോർ കാർഡിനൽ ഫെയറില്, അത് കമർലെങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് വത്തിക്കാനിലെ വാർത്തകൾ കൊടുക്കുന്ന മാർപ്പാപ്പായുടെ മരണത്തെ പ്രഖ്യാപിക്കുന്ന ഒരു പദവിയാണ് കമർലെങ്കോ. അത് കാർഡിനൽ ഫെയറിലാണ്. അദ്ദേഹത്തിന്റെ ആ അനൗൺസ്മെന്റോട് കൂടിയാണ് ലോകം അറിഞ്ഞത് മാർപ്പാപ്പ കാലം ചെയ്തു എന്നുള്ളത്. അപ്പോൾ അവിടെ ഈ ദിവസങ്ങളിലുള്ള കർമ്മങ്ങളൊക്കെ അതിനെ ഓർഗനൈസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാ പത്രപ്രവർത്തകർക്കും അതിൻ്റെതായിട്ടുള്ള വാർത്തകൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഉടനെ കിട്ടിയിരിക്കുന്നത്, അതായത് ഏകദേശം 23-ാം തീയതി ബുധനാഴ്ച മുതലാണ് വിശ്വാസികൾക്ക് മാർപ്പാപ്പായുടെ മൃതദേഹം കാണുവാൻ ഉള്ള അവസരം. അത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒരുക്കുന്നത് 23, അതായത് ബുധനാഴ്ച. അതിനുശേഷം 9 ദിവസത്തെ ദുഃഖാചരണമാണ്. അത് ഓരോ പള്ളികളിലും അവര് മാർപ്പാപ്പായുടെ ഒരു ഫോട്ടോ വെക്കുകയും അതുപോലെ തന്നെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം 9 ദിവസത്തെ ആ ദുഃഖാചരണത്തിനിടയ്ക്ക് വത്തിക്കാനിൽ കമർലെങ്കോയും അദ്ദേഹത്തിന്റെ 3 മറ്റ് സഹായികളും കൂടി തീരുമാനിക്കും ഏത് ദിവസമാണ് മാർപ്പാപ്പായുടെ ശവസംസ്കാരം നടക്കുക എന്നുള്ളത്. അത് 9 ദിവസത്തെ ദുഃഖാചരണത്തിനിടയ്ക്കും നടക്കാം, അല്ലെങ്കിൽ 9 ദിവസം കഴിഞ്ഞിട്ടുമായിരിക്കും നടക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, വത്തിക്കാനിൽ നിന്ന് പ്രൊഫസർ ജോസ് ഫിലിപ്പാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.